ഹായ് ഡിയേഴ്സ്, ഇത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളൊരു സാരി ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാരിയുടെ ചെസ്റ്റ് പോർഷനിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അതിൽ ഞാനിവിടെ സാറ്റിൻ്റെ മെറ്റീരിയലാണ് സാരിയായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു പിസ്ത ഗ്രീൻ കളറുള്ള മെറ്റീരിയലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 12 ഫ്ലവർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ ഒരു 6 ഫ്ലവറും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സിൻ്റെ ഇതുണ്ട്, ഇതുപോലത്തെ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സ് വരുന്ന ഈ ചെയിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കട്ട് ചെയ്ത ഫ്ലവർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെസ്റ്റ് പോർഷൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്നതിൻ്റെ ചുറ്റുമില്ലേ, നമ്മൾ ബീഡ്സ് വെച്ചിട്ട് നേരത്തെ കാണിച്ചില്ലേ ചെയിന്, അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് കട്ട് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുഖത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ നല്ല ലെവലായിട്ടല്ല കേട്ടോ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മളത് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയേ. നമ്മൾ ഇതിൻ്റെ അടിയിൽ ഗമ്മ് വെച്ചിട്ട് ജസ്റ്റ് ഈ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടി ഓരോ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. വലിയ ഫ്ലവറിനുള്ളിൽ ഇച്ചിരി വലിയ ബീഡ്സും ചെറിയ ഫ്ലവറിനുള്ളിൽ ചെറിയ ബീഡ്സുമാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഫ്ലവറിന് ചുറ്റും ഗോൾഡൻ കളറുള്ള ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ബാക്കി എല്ലാത്തിനും ഒട്ടിച്ചിട്ടുണ്ട്. 3 എണ്ണത്തിനെ ഒട്ടിക്കാത്തതുള്ള അതൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. വലിയ ഫ്ലവറൊക്കെ അതുപോലെ തന്നെ താഴത്തെ ഈ 2 എണ്ണം ഒഴികെയും ബാക്കിയെല്ലാം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കട്ട് ബീഡ്സ് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിലും കൊടുക്കാവേ. പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ഫ്ലവറും ഈ താഴത്തെ 2 ഫ്ലവറും നമ്മൾ ഈ വൈറ്റ് ബീഡ്സ് വരുന്നത് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഓരോ വൈറ്റ് ബീഡ്സും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.